ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വ്ലോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വീഡിയോ ആണ്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പീച്ചിങ്ങയാണ്. അതിപ്പം കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. ഇത് പെട്ടെന്നാണ് കേട്ടോ വലുതാകുന്നത്. ഇതിനകത്തും കുറെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ അപ്പം ഉമ്മിച്ചി അപ്പവും മട്ടൻ കുറുമയുമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മട്ടൻ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ ഒരു മട്ടൻ കുറുമ നല്ല ടേസ്റ്റ് ആണ്. എണ്ണ ചൂടായി വരുമ്പോൾ സവാള ഇടുക. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ച ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയാണ് ചേർത്തേക്കുന്നത്. തക്കാളി ഇട്ടു, നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇപ്പം ഞങ്ങൾക്കിന്ന് കഴിക്കാനായിട്ട് പാലപ്പമാണ്. പാലപ്പവും മട്ടൻ കുറുമയുമാണ്. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. ഫസ്റ്റില് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ലാസ്റ്റ് ഗരം മസാലയുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് വാടിയതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതെല്ലാം ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഈ ഒരു മട്ടൻ ഇട്ടതിന് ശേഷം കുറച്ച് പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിച്ചി. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്വല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിക്കണേ. ഇത് നല്ല കിളുന്ന മട്ടനാണ്, അതുകൊണ്ട് തന്നെ വേവ് ഇതിന് കുറവായിരിക്കുവേ. ഇനി ഈ ഒരു കറിയിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങായും കുറച്ച് കാഷ്യൂനട്ടും കൂടി നന്നായിട്ട് അരച്ചിട്ട് ചേർത്ത് കൊടുക്കണേ. കണ്ട, നേരത്തെ അരച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് തിളച്ചിട്ട് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാലപ്പവും മട്ടൻ കുറുമയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കുറുമ ഉണ്ടാക്കുമ്പം കാഷ്യൂനട്ടൊക്കെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സടുക്കുട്ടിയെ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ആന്റി കൊണ്ട് തന്നെയാണ് മാങ്ങ, നല്ല പഴുത്ത മാങ്ങയാണേ. ഇനി ഞാനും വാപ്പിയും സൈറും കൂടെ ഉമ്മിച്ചിയുടെ കുടുംബ വീട്ടിലേക്കാണ് പോകുന്നത്. ഉമ്മിച്ചിയുടെ കുടുംബ വീട് ആര്യാടാണേ. ഇവിടെ ഇപ്പൊ ഉമ്മിച്ചിയും വാപ്പിയും കൂടി കുറച്ച് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ടേ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഈ വെച്ചേക്കുന്നതെല്ലാം കപ്പയാണേ. കപ്പയും വാഴയും ഒക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലും വെച്ചേക്കുന്നത്. ഈ ഒരു പ്ലാവില് ചക്കയും ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും വിളഞ്ഞിട്ടില്ല നന്നായിട്ട്. ഈ ഒരു പറമ്പിലേക്ക് വരുമ്പോൾ നല്ല തണുപ്പാണ്, കാരണം കുറെ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നല്ല തണുപ്പ്. ഇത് പൈനാപ്പിൾ ആണേ. ഈ കാണുന്ന മരം റംബൂട്ടാന്റെ ആണേ. അതിൻ്റെ അകത്ത് കുറെ റംബൂട്ടാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല. ഈ നിൽക്കുന്നത് കരിമ്പാണേ. ഈ ഒരു പറമ്പിൽ ഫുള്ള് കപ്പ, വാഴ, ചീര അതൊക്കെയാണ് വെച്ചേക്കുന്നത്.
ബാക്കിൽ തൊട്ട് നോക്ക്, എന്നിട്ട് നമുക്ക് പറത്തി വിടാം. തടകി നോക്കത്, ഇവിടെ ഇങ്ങനെ തടകി നോക്കത്, തലയുടെ അവിടെ തൊട്ട് ഒന്നും ചെയ്യൂല, പാവം അത്. തൊട്ട് നോക്ക്, നോക്കട്ടെ നോക്കട്ടെ. സൈറ പേടി മാറിയാ? സൈറക്കുട്ടി ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു തുമ്പീനെയൊക്കെ പിടിക്കുന്നത്. തുമ്പ് കടിക്കുവേന. പിടിച്ചാ കല്ല്? ആഹാ, കൊതുക കൊതുക് കൊതുക്, അത് സാരമില്ല. ഇഷ്ടായ? ഈ കാണുന്ന വീട് മാമാടെ വീടാണ്. ഈ ഒരു പറമ്പില് ഫുള്ള് വാഴയും കപ്പയും ചക്കയൊക്കെയാണ്. വാപ്പിയുടെ വെള്ളം ഒഴിക്കാൻ വന്നതാണ് ഈ ചെടികൾക്കൊക്കെ. അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഈ കാണുന്ന വീടാണ് ഉമ്മച്ചിയുടെ തറവാടാണ് കേട്ടോ ഈ കാണുന്നത്. ഈ കാണുന്നത് തിരുവിളക്ക് അമ്പലമാണ്. ഈ ഒരു അമ്പലം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. പോണെയാണ് സൈറു, എവിടെ പോണെയാണ്? ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കടയിൽ പോയാണ് പെട്ടെന്ന് വാങ്ങിക്കുന്നത്. ലോലിപോപ്പ് ഇഷ്ടായ? എന്ത് കളർ ലോലിപോപ്പാ? ആഹാ. ഇന്ന് ഉച്ചയ്ക്ക് ഉമ്മച്ചി മസാല ചോറാണ് ഉണ്ടാക്കിയത്. പിന്നെ രാവിലത്തെ മട്ടൻ കറിയുണ്ട്. ഇത് രണ്ടും കൂടിയാണ് ഇന്ന് കഴിക്കുന്നത്. ഈ ഒരു മസാല ചോറിന്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതിയേ, ഞാൻ അടുത്ത വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യാവേ. ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോയതാണ് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പം എൻ്റെ ബ്രദർ അവിടെ സ്നാക്സ് വാങ്ങിക്കാൻ കയറിയതാണ്. ആ ഒരു കടയിൽ സ്നാക്സ് ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു കട്ട്ലേറ്റും സമൂസായും പിന്നെ ഏത്തക്കാപ്പവുമാണ്. നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും വാപ്പിയും സൈറും കൂടി ഈ ഒരു ഷോപ്പിലേക്കാണ് വന്നത്. കുറച്ച് ചിപ്സും മിച്ചറും ഒക്കെ വാങ്ങിക്കാൻ വന്നതാണ്. നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ചിപ്സും മിച്ചറും ഒക്കെയാണ്. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വ്ലോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.